നമസ്കാരം. അപ്പോൾ 2025 നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് ജനുവരി മാസം 1 തീയതി മുതൽ ഡിസംബർ മാസം 31 വരെയുള്ള 2025 വർഷഫലം. ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് പൊതുഫലത്തെ പറയുന്നത്. അപ്പോൾ ഒന്നറിയണം, ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശിഫലങ്ങൾ പറയുക. നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതിയുള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ സുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും. ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗ്രഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും. അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തില് വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത്. മകയിരം നക്ഷത്രക്കാരുടെ 2025 വാർഷിക ഫലം, നക്ഷത്രഫലമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 2025 വർഷം മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായ ഒരു കാലയളവായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം കഴിഞ്ഞ വർഷം നമുക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങ് തുടങ്ങി വെച്ചു, പക്ഷെ അത് മുന്നോട്ട് പോകുന്നില്ല. അത് ചില സമയങ്ങളിൽ, അതൊരു ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ ചില കാര്യങ്ങളൊന്ന് നിലച്ചുപോയി, അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ നേരിട്ടു. പക്ഷെ അങ്ങനെ നിലച്ചുപോയ കാര്യങ്ങളെല്ലാം വീണ്ടും പുനരാരംഭിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ജനുവരി മാസം അങ്ങോട്ട് കഴിയുമ്പോൾ. മാത്രമല്ല, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഉള്ള ബന്ധങ്ങൾ ദൃഢമാക്കാനും നമുക്ക് ഈ ഒരു കാലയളവ് ഗുണകരമായിരിക്കും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നിമിത്തം എടുത്തു ചാടി പറയുന്നത് നമ്മളോട് ഇത്രയും കാലം കൂടി ചേർന്ന് നിന്ന ചില വ്യക്തികൾക്ക് വളരെ വേദനാജനകമായി പോവും. അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ദേഷ്യം വളരെ കൂടുതലായിട്ട് വരുന്ന സമയം ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ സമയങ്ങളിൽ നമ്മളൊരു ദൗത്യം ഏറ്റെടുത്താൽ അത് എന്ത് വില കൊടുത്തും അത് ചെയ്തു തീർക്കുവാൻ ഈ വർഷ കാലയളവ് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും. മാത്രമല്ല, പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം കൈവരുന്നതാണ്. സർക്കാർ തലത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട്. മാത്രമല്ല, പുതിയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. പക്ഷേ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അത്ര ശോഭനീയമായ ഒരു അവസ്ഥയല്ല എന്ന് പറയേണ്ടി വരും. തൊഴിലിടങ്ങളിൽ ചില വ്യക്തികൾ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ അത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും. നമുക്ക് കുറച്ചധികം മാനസിക സംഘർഷങ്ങൾ കൊണ്ടു തരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സംഘർഷങ്ങൾ തൊഴിലിടങ്ങളിൽ മാത്രമായി അത് ചുരുങ്ങുകയില്ല. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടുകൾ, നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലേക്കും വ്യാപിക്കാം. നമ്മുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അത് നമ്മൾ വീട്ടിലെത്തുമ്പോൾ പങ്കാളിയുമായി പ്രകടിപ്പിക്കാം, കുട്ടികളുമായി ചിലപ്പോൾ പ്രകടിപ്പിക്കും. അങ്ങനെ ചില അസ്വസ്ഥമായ മനസ്സിൻ്റെ ചില പ്രതികരണങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വീട്ടിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. മറ്റൊരാളുടെ പ്രേരണ മൂലം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പിന്നീട് ചിലപ്പോൾ അബദ്ധമായി എന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് വന്നേക്കാം. പ്രധാനമായിട്ടും പറയുന്നത്, നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നന്നായിട്ട് ചില സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാനുള്ള നിർദ്ദേശങ്ങൾ ചിലപ്പോൾ സുഹൃത്തുക്കളൊക്കെ തരാറുണ്ട്. അപ്പോൾ ആ സുഹൃത്തുക്കൾ ചിലപ്പോൾ അവരുടെ പരിചയത്തിലുള്ള
ചില കാര്യങ്ങളിലേക്കായിരിക്കും നിക്ഷേപിക്കാനായിട്ട് പറയുന്നത്. അത് ഗുണകരമല്ലാത്ത ചില അവസ്ഥകളിലേക്ക് നിങ്ങളെ എത്തിച്ചേക്കാം. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് അറിവുള്ള ചില കാര്യങ്ങൾ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പണം നിക്ഷേപിക്കുന്നത് ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. വയറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ശിരസിനെ സംബന്ധിച്ചോ ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ രോഗങ്ങൾ നിങ്ങളെ അലട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. ദഹന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് കൂടുതലും സാധ്യത വരുന്നത്. ശിരസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തലവേദന അല്ലെങ്കിൽ നീരിറക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല മുൻപ് കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ചില രോഗങ്ങൾ മൂർച്ഛിച്ചു വരുവാനും സാഹചര്യമുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ നമുക്ക് നല്ലതായിട്ടുള്ള ചില ചികിത്സാ മാർഗങ്ങൾ ഇതിനിടയ്ക്ക് തുറന്നു കിട്ടുകയും നമുക്ക് ചികിത്സ നടത്തിയെടുക്കാനും പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ സിനിമ, സീരിയൽ, സോഷ്യൽ മീഡിയ, കലാപരമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് പുതിയ അവസരങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കിട്ടുന്നതിന് ചാൻസ് ഉള്ള സമയമാണ്. ചില നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ മറ്റ് ഉള്ള ആൾക്കാർ വഴിയോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ചിലപ്പോൾ തുറന്നു കിട്ടാനും ചില ചാൻസുകൾ നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുള്ളതായി കാണുന്നു. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ പരിചയ സമ്പത്ത് കൂട്ടുന്നത് നല്ലതായിരിക്കും എന്നും കാണുന്നു. പിന്നെ ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളിൽ നമ്മൾ ചെന്ന് ഇടപെട്ടിട്ട് അതിൻ്റെ ബാധ്യത ഏറ്റെടുത്ത് നമ്മുടെ തലയിൽ വയ്ക്കുകയും ആ പ്രശ്നങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നു. ഇത് കൂടുതലായും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ചില രോഗലക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ വന്നെന്നിരിക്കും. അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ വന്ന് കാണുകയാണെങ്കിൽ ഏറ്റവും അടുത്തു തന്നെ നിങ്ങൾ നല്ല ഒരു ഫിഷങ്കരനുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് നല്ലതായിരിക്കും. എന്നാലും രോഗ അവസ്ഥകൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചില ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് നമ്മുടെ ബിസിനസ്സിൽ ഉള്ള ചില രഹസ്യങ്ങൾ നമ്മളുമായി മത്സരിക്കുന്ന മറ്റു ബിസിനസ് ചെയ്യുന്നവർക്ക് മനസ്സിലാകാനും അങ്ങനെയുള്ള പദ്ധതികൾ മറ്റുള്ളവർ നമുക്കെതിരായി ചെയ്യാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുവാനും ചില അവസ്ഥകൾ ഉണ്ടായി വരുന്നതായി കാണുന്നു. അപ്പോൾ ബിസിനസ് കാര്യവുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിലിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വർഷത്തിന്റെ മധ്യഭാഗത്തോടുകൂടി നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. തൊഴിലിൽ നിന്ന് മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷ കാലയളവിൽ മധ്യഭാഗത്തോടുകൂടി ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കാലം അത്ര അനുകൂലമല്ല. ചെയ്യുന്ന തൊഴിലുകളിൽ ചില ബുദ്ധിമുട്ടുകൾ വരാനും മറ്റുള്ള തൊഴിലിലേക്ക് മാറിപ്പോകാൻ വരെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പഠിതാക്കൾക്ക് അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം വന്നു ചേരുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ 2025 മകയിരം നക്ഷത്രക്കാരുടെ പൊതുഫലത്തിന്റെ ഒരു സംഹിതയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുകയും ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം നേടുകയും വേണം. അതിന് പ്രധാനപ്പെട്ടത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. ശിവന് കൂവളമാല പ്രദോഷം തോറും ചാർത്തുന്നത് നന്നായിരിക്കും. 9 മാസമെങ്കിലും കുറഞ്ഞ പക്ഷം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജലധാരയും കൂടി ചേർത്ത് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. നവമി ദിവസം ഭദ്രകാളിക്ക് നാരങ്ങമാല 3 മാസം ചാർത്തുന്നത് നല്ലതായിരിക്കും. ഗണപതിക്ക് ചതുർത്ഥി തോറും നാളികേരം ഉടയ്ക്കുന്നത് നല്ലതാണ്. മഹാലക്ഷ്മി യന്ത്രം പൂർണ്ണ ക്രിയയോടുകൂടി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നത് നന്നായിരിക്കും. ഇത്രയുമാണ് നമുക്ക് പൊതുവിൽ പരിഹാരമായിട്ട് നിർദ്ദേശിക്കുവാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുന്നത് നന്നായിരിക്കും.